കൺവേർഷൻ ഓഫ് ടൈം, സമയമാറ്റം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കാണുക, അല്ലെങ്കിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 12 hour ക്ലോക്ക്, 24 hour ക്ലോക്ക്? 12 hour ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന സമയം 1 മണി 2 മണി, നമുക്ക് 1 മണിയുണ്ട് ഇല്ലേ? പുലർച്ചെ 1 മണി, അതായത് രാത്രി 1 മണി, ഉച്ചക്ക് 1 മണി. പിന്നെ നമുക്ക് 9 മണിയുണ്ട്, രാവിലെ 9 മണി, രാത്രി 9 മണി. അങ്ങനെ നമുക്ക് എല്ലാ നമ്പറും 2 വരുന്നുണ്ട്. 12 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് 2 വരും. അത് 12 hour ക്ലോക്കിൽ അങ്ങനെയാണ് വരിക. എന്നാൽ 24 hour ക്ലോക്കിലോ അവർക്കൊക്കെ ഒരു സമയമുള്ളൂ. നമുക്ക് അതായത് ഒരു ദിവസം തുടങ്ങുന്ന എപ്പോഴാണ്? രാവിലെ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് പറയുക? 5 മണിയാണോ, 4 മണിയാണോ, 3 മണിയാണോ? ഇതൊന്നുമല്ല. പിന്നെ എപ്പോഴാണ് രാവിലെ തുടങ്ങുക? 12 മണി, മിഡ് നൈറ്റ് 12 o'clock ഒരു ദിവസം തുടങ്ങുന്നത്. ഇതിന് തന്നെ നമ്മൾ എന്താ പറയുക? ഏർലി മോർണിംഗ്. ഇതിനെ നമ്മൾ വേറെ എങ്ങനെ എഴുതുക? 12 AM. AM എന്ന് പറഞ്ഞാൽ ആൻറ്റി മെറിഡിയം, PM എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം. ഇതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സമയം, അതായത് നമ്മുടെ ദിവസം തുടങ്ങുന്നത് അർദ്ധരാത്രി 12 മണി മുതലാണ്. 24 hour ക്ലോക്കിലും അതേ സമയത്ത് തന്നെ തുടങ്ങുന്നത് 12 മിഡ് നൈറ്റ്. പക്ഷേ ഇവർ 12 എന്നല്ല എഴുതുക. പിന്നെ എന്താ എഴുതുക? ഇതിന് പകരം 00 hours എന്ന് എഴുതുക. ഇങ്ങനെയാണ് തുടങ്ങുക. അങ്ങനെ അവർക്ക് 1 2 3 4 5 അങ്ങനെ 24 വരെ പോകും. നമുക്കോ 12 1 2 3 ഉച്ച 12 പിന്നെ 1 2 3 തിരിഞ്ഞിട്ട് 12ലേക്ക് തന്നെ വരും. ഇവരിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ പോകും. പിന്നുള്ളൊരു കാര്യം, നമ്മുടെ പകൽ സമയം, അതായത് രാത്രി 12 മണി മുതൽ ഉച്ച 12 മണി വരെയുള്ള സമയം, 12 മണിയല്ല ഉച്ച 1 മണി വരെയുള്ള സമയവും അവരുടെ സമയവും നമ്പർ ഒരേ നമ്പറായിരിക്കും. അതായത് നമുക്കിപ്പോൾ 3 AM എന്ന് വിചാരിക്കുക. 3 AM ഇത് പുലർച്ചെ അല്ലേ? പുലർച്ചെ 3 AM. അപ്പോൾ ഇവരെങ്ങനെ എഴുതുക? 3 hours. നമ്പർ നോക്കുക, സെയിം ആണ്. നമുക്കൊരു 7 മണിയായി, അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 7 AM. ഇവരോ 7 hours. നമുക്ക് മാത്രമേ ഉള്ളൂ AM ഉം PM ഉം. ഈ 24 hour ക്ലോക്കാർക്ക് AM ഉം PM ഒന്നുമില്ല. അവർക്കൊക്കെ ഹവേഴ്സാണ്. എല്ലാത്തിൻ്റെ കൂടി ഹവേഴ്സ് എന്നാണ് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 11 AM ആയി. അപ്പോൾ ഇവർക്കും 11 hours ഇങ്ങനെ വരിക. നമുക്കൊരു 12:45 PM. 12 മണി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സമയം AM പകരം എന്താവും? PM എന്നാവും. അപ്പോൾ PM എന്നായിട്ടോ. അപ്പോൾ ഇവർക്ക് 12:45 hours. ഇനി നമുക്ക് 1 മണിയായി, 1 PM. അപ്പോൾ ഇവർക്ക് എന്താവും? ഇത് 12:45 ഇങ്ങനെ പോയിട്ട് 13 hours എന്നായി. അവർക്കെങ്ങനെ 13 hours ആയത്? അതായത് നമ്മുടെ സമയമുണ്ടല്ലോ, ഇതിനോട് നമ്മൾ 12 ആഡ് ചെയ്യാം. അതായത് ഇവർ നേരെ 12 13 14 എന്ന് പറഞ്ഞിട്ട് പോകും. 24 വരെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ സമയത്തിന് ഇതിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട് നമുക്ക് 1 PM എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ 1 മണി 13 മണിയായി വന്ന്. ഇനി നമുക്ക് ഒരു 6 o'clock ആയി എന്ന് വിചാരിക്കുക, 6 PM. അപ്പോൾ ഇവർക്ക് എന്ത് വരണം? 6 + 12 18 hours. ഇങ്ങനെയാണ് വരിക. ഇനി തിരിച്ചിട്ട് ചോദിക്കുക നമ്മളടുത്ത്, ഇവിടെ 23 hours എന്നാണ്. അപ്പം നമ്മളെ സമയത്തേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? നിങ്ങൾ ഈ ഹവേഴ്സിൽ നിന്ന് 12 കുറക്കുക. 3 - 2 1 2 - 1 1. അപ്പോൾ നമുക്ക് 11 PM. AM അല്ല, PM. AM ആകുമ്പോൾ നമുക്ക് 11 ആണെങ്കിൽ ഇവരെ നമ്പറും 11 എന്നായിരിക്കും. നമ്മുടെ നമ്പറും ഇവരുടെ നമ്പറും, ഇവരത് വലിയ നമ്പറും നമ്മളത് സാധാരണ നമ്മൾ പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ വരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ വലിയ നമ്പറിൽ നിന്ന് 12 കുറക്കുക. അപ്പം കിട്ടുന്ന ഉത്തരമായിരിക്കും നമ്മുടെ സമയം. എന്നിട്ട് അതിൻ്റെ കൂടെ AM അല്ല, PM ആണ് ചേർക്കേണ്ടത്. പിന്നെ ഈ 12 ഇവിടെ 12 കൂട്ടിയാൽ ഇവരെ സമയം കിട്ടും. ഇവരെ സമയത്ത് നിന്ന് 12 കുറച്ചാൽ നമ്മുടെ സമയം കിട്ടും. ഈ 12 കൂട്ടുന്നതും കുറക്കുന്നതൊക്കെ നമ്മളിത് ഈ ഹവേഴ്സ് നിന്നാട്ടോ, ഈ ഹവേഴ്സ് നിന്ന്.
ചില സമയത്ത് മിനിറ്റ് തരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 11:20 PM നമ്മളോട് ഇവരെ സമയമാക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 12 ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 23:20 hours എന്നാണ് വരിക. അല്ലാതെ ഈ 20ൻ്റെ കൂടെ 12 ആഡ് ചെയ്തിട്ട് 11.32 എന്ന് എഴുതല്ല. ഇത് തെറ്റാണ്. നമ്മൾ ഹവേഴ്സിനെ തമ്മിലാണ് ആഡ് ചെയ്യുക. മിനിറ്റ് അതേപോലെ മാറ്റമില്ലാതെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു 2 ചോദ്യം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഹവേഴ്സിനെ കൂട്ടുന്നതും കുറക്കുന്നതും പിന്നെ നമ്മൾ ക്ലോക്ക് മാറ്റുന്നതൊക്കെ ചെയ്തത് കേട്ടോ. ചോദ്യം: റൈറ്റ് ദി ടൈം 55 minutes ആഫ്റ്റർ 11:15 AM ഇൻ ദി 12-hour ക്ലോക്ക് ടൈം, 24-hour ക്ലോക്ക് ടൈം. എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? 11:15 AM എന്ന് പറഞ്ഞാൽ രാവിലെ, പകൽ, അതായത് ഉച്ചയ്ക്ക് മുമ്പ്. ഈ സമയത്തിന് ശേഷം ഒരു 55 മിനിറ്റ് കൂടി കഴിഞ്ഞു. അങ്ങനെ ആയാൽ ആ സമയം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ 11:15 കഴിഞ്ഞിട്ട് 55 മിനിറ്റും കൂടി കഴിഞ്ഞു. മിനിറ്റാണ് കേട്ടോ, ശ്രദ്ധിക്കുക, മണിക്കൂറല്ല, ഹവേഴ്സ് അല്ല, മിനിറ്റാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുക? ഇവിടെ നിങ്ങൾ മിനിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ആദ്യം നമുക്ക് 12-hour ക്ലോക്ക് ടൈം എഴുതാം. അപ്പോൾ 11:15 തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 55 കൂടി നമ്മൾ ആഡ് ചെയ്യണം. കാരണം 11:15 പിന്നെ ഒരു 55 മിനിറ്റ് കൂടി കഴിഞ്ഞു. അപ്പോൾ എത്ര സമയം എന്നാണ് ചോദ്യം. അപ്പോൾ 5 + 5 10, ഇനി 0 എന്ന് എഴുതി ബാക്കി 1 + 1 2 2 + 5 7 11:70 എന്നാണ് കിട്ടി. ഇതെങ്ങനെ എഴുതുക 11:70 എന്ന്? നമുക്ക് 70 എന്ന് പറഞ്ഞിട്ടൊരു മിനിറ്റ് ഇല്ലല്ലോ. നമ്മൾ 59 വരെ കഴിഞ്ഞിട്ട് 60 ആകുമ്പോൾ അടുത്ത സമയമാവും. അതായത് ഇപ്പോൾ 1:59 എന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം എത്ര നമുക്ക് വരിക? 2 PM എന്നാണ് വരിക. 1:59 ഉച്ച സമയമായിട്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് PM എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ എങ്ങനെ 70 വന്നത്? അപ്പോൾ 70 എന്ന് പറഞ്ഞാൽ 70 മിനിറ്റ്സാണ്. എത്ര മിനിറ്റാണ് ഒരു മണിക്കൂർ? 60 മിനിറ്റ്സാണ് 1 hour അല്ലേ, ഒരു മണിക്കൂർ. അപ്പോൾ ഈ 70 നമുക്ക് എങ്ങനെ എഴുതാം? 60 + 10 എന്ന് എഴുതാം. 60 + 10 എന്ന് പറഞ്ഞാൽ എന്താ? 70. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും 10 മിനിറ്റും. അപ്പോൾ 70 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു മണിക്കൂറും 10 മിനിറ്റുമായി. 11 മണിക്കൂർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 11 മണിക്കൂറിനോട് ഈ ഒരു മണിക്കൂറിനെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 12 മണിക്കൂറും ബാക്കി 10 മിനിറ്റും. അപ്പോൾ ഈ 11:15 55 ആഡ് ചെയ്താൽ നമുക്ക് സമയം എത്ര കിട്ടും? 12:10 എന്തായി? AM PM ആയിട്ട് മാറി, ആഫ്റ്റർനൂണായി. ഇങ്ങനെയൊന്നും നോക്കണ്ട. ഇത് 55 മിനിറ്റ് അല്ലേ, ഇതിക്കൊരു 5 മിനിറ്റും കൂടി കൂട്ടിയാൽ ഒരു മണിക്കൂറായി. 11:15 അതായത് 11:15 ഒരു മണിക്കൂർ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 12:15 എന്ന് കിട്ടും. ഇവിടെ ശരിക്കും 55 മിനിറ്റല്ലേ ഉള്ളൂ. 5 മിനിറ്റ് നമ്മൾ കൂട്ടി കൊടുത്തു, അതുകൊണ്ടാണ് 12:15 എന്ന് കിട്ടിയത്. ആ 12:15 നിന്ന് 5 മിനിറ്റ് തിരിച്ച് നമ്മൾ എടുക്കുക, കൂട്ടിയത് തിരിച്ചിങ്ങോട്ട് കുറക്കുക. അപ്പോൾ നമുക്കതെന്താവും? 12:10 എന്നാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ചോദ്യം, അതിനെ നമുക്ക് 24-hour ക്ലോക്ക് ടൈമിലേക്ക് മാറ്റണം. നമുക്ക് 12 hour എത്ര കിട്ടിയത്? 12:10 PM എന്ന് കിട്ടി. ഇതിനെ നമ്മൾ 24-hour ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സമയം 12:10 തന്നെ വരിക. 12:10 ഹവേഴ്സ് എന്ന് വരും. വേറെ മാറ്റങ്ങളൊന്നും വരില്ല. ഇത് 1:10 ആണെന്ന് വിചാരിക്കുക. ഇത് 1:10 PM ആണെങ്കിൽ നമ്മൾ ഈ 1ൻ്റെ കൂടെ 12നെയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും? 13:10 ഹവേഴ്സ് എന്ന് വരും. അപ്പോൾ ഇത് 12:10. 1 മണി വരെ നമ്മളെ സമയം അവരുടെ സമയം ഒരേപോലെ പോകും. PM ഉം AM ഉം ഹവേഴ്സൊക്കെ ഉള്ളൊരു മാറ്റങ്ങളേ ഉള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്: റൈറ്റ് ദി ടൈം 45 minutes ബിഫോർ 12:20 hours ഇൻ ദി 12-hour ക്ലോക്ക് ടൈം, 24-hour ക്ലോക്ക് ടൈം. ഇവിടെ സമയം നോക്കുക, 12:20 hours. അപ്പോൾ ഇത് തന്നത് 24 ഹവേഴ്സിലാണ് നമുക്ക് തന്നത്. 12:20 hours. ഈ 12:20 hours എന്ന് പറയുന്നതും നമ്മളെ സമയം ഒരേ നമ്പർ തന്നെ വരിക. നമുക്ക് 12:20 PM എന്ന് വരും. 12:20 PM. പിന്നെ ഇത് മാത്രമല്ല, ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? റൈറ്റ് ദി ടൈം 45 minutes ബിഫോർ. ഈ 12:20 ഹവേഴ്സിൻ്റെ മുമ്പുള്ള 45 മിനിറ്റ് ആവുമ്പോൾ
അപ്പോൾ എത്ര ആയിരുന്നു സമയം? അതാണ് ചോദ്യം. 12:20 മിനിറ്റ് മുമ്പ് സമയം എത്ര? അപ്പോൾ നമ്മൾ കുറക്കുക വേണ്ടി, നമ്മൾ ബാക്കിലേക്ക് പോവല്ലേ, അപ്പോൾ നമ്മൾ കുറക്കുക. മിനിറ്റ്സാണ് ഇതിൽ നിന്ന് കുറക്കണം. 20 ഇവിടെ നമുക്ക് കുറക്കുകയാണെങ്കിൽ എന്ത് വരും? 45 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് കുറക്കേണ്ടത്? ഈ 20നെ ഈ 45നേക്കാളും വലിയൊരു നമ്പറാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് മാറ്റുക? ഇത് 12 മണിക്കൂറല്ലേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സാണ്. ഈ 12നെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം? 11 മണിക്കൂറും 1 മണിക്കൂറും ഒന്നാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ 11 മണിക്കൂറിനെ നമ്മളിവിടെ വെക്കുക. ഈ 1 മണിക്കൂറിനുണ്ടല്ലോ 60 മിനിറ്റ് ആക്കിയിട്ട് ഈ 20 മിനിറ്റിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 60 മിനിറ്റും 20 മിനിറ്റും കൂടുമ്പോൾ എന്തായി? 80 മിനിറ്റ് കിട്ടി നമുക്ക്. ഇനി ഇതിൽ നിന്ന് ഈ 45 മിനിറ്റ്സിനെ കുറക്കുക. അപ്പോൾ നമുക്ക് തെറ്റാതെ ആൻസർ കിട്ടും. 0യിൽ നിന്ന് 5നെ കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇവിടുന്ന് ബോറോ ചെയ്യും, കടം വാങ്ങും. 8 7 ആകും, 0 10 ആകും. 10ൽ നിന്ന് 5 കുറച്ചാൽ 5, 7ൽ നിന്ന് 4 കുറച്ചാൽ 3, 11 നേരെ എഴുതി. അപ്പോൾ സമയം 11:35 എന്താകും? AM എന്നാവും. ഇവിടെ 12:20 ഹവേഴ്സ്, നമുക്ക് 12:20 PM. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് വന്നു 11:35. അപ്പോൾ നമ്മൾ 12 മണിൻ്റെ മുമ്പിൽ വരുമ്പം AM എന്നായി. അപ്പോൾ 12 അവർ ക്ലോക്കിൽ ഈ സമയത്തിൻ്റെ മുമ്പ് 45 മിനിറ്റ് എന്ന് പറയുന്നത് 11:35 AM ആണ്. ഇനി ഇതിനെ 24 അവർ ക്ലോക്ക് ടൈമിലേക്ക് മാറ്റുമ്പോഴോ AMൽ വരുന്ന എല്ലാ സമയവും എന്താ ഞാൻ പറഞ്ഞത്? മാറ്റമൊന്നുമില്ല. അവർക്കും അതന്നെ, അവർ 11:35 ഹവേഴ്സ് എന്ന് എഴുതും. AMൻ്റെ സ്ഥാനത്ത് ഹവേഴ്സ് എന്ന് മാത്രമുള്ള മാറ്റം. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാർട്ടാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയൊക്കെ കാണുക കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ശരി.